ഇതെന്താ? ചില എവിഡൻസുകളാണ് മാഡം. എന്തിന്റെ? മാഡം നടത്തുന്ന ഇൻവെസ്റ്റിഗേഷന് സഹായമായ ചില എവിഡൻസുകൾ. കളക്ടർ കേസിന്റെയോ? അതെ. ഇതെവിടെ നിർത്തി? വണ്ടി ചെക്കിങ്ങിനിടയിൽ കിട്ടിയതാ. ഒരു സ്കോർപ്പിയോ ചെക്ക് ചെയ്തപ്പോ അതിൽ നിന്ന് കിട്ടിയതാ. ചോമമ്പള്ളൂർ എന്ന് പേരുള്ള ഒരു പാണ്ടിയുടെ വണ്ടി ചെക്ക് ചെയ്തപ്പോ അതിൽ നിന്ന് കിട്ടിയതാ. പുറമ്പോക്ക് ഭൂമി പതിച്ചു നൽകാൻ കളക്ടർ നൽകിയ NOCയുടെ കോപ്പി ഇതിനകത്തുണ്ട്. എന്നിട്ട് ഡ്രൈവറെ ചോദ്യം ചെയ്തില്ലേ? അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നപ്പോഴേക്കും മുകളിൽ നിന്ന് വിളി വന്നു. ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് തന്നെയാ. എന്തിനാണോ നമ്മളൊക്കെ ഇങ്ങനെ കളഭം ചുമക്കുന്ന കഴുതെ പോലെ ജീവിക്കുന്നത്? ഈ യൂണിഫോമിന്റെ മഹത്വം അറിയാം, അതിന്റെ സുഗന്ധവും അറിയാം. പക്ഷേ ഇത് വെറുതെ ചുമക്കാന്നല്ലാതെ അനുഭവിക്കാൻ യോഗമില്ല. മാഡം ആകെ അപ്സെറ്റ് ആയിരിക്കുന്നു. എങ്ങനെ അപ്സെറ്റ് ആവാതിരിക്കും? ഹെഡ്ക്വാർട്ടേഴ്സിൽ പോയപ്പോ CM നേരിട്ട് വിളിപ്പിച്ചു. കളക്ടേഴ്സ് കേസ് ക്ലോസ് ചെയ്യാൻ വാക്കാൽ ഓർഡർ തന്നു. ഡിപ്പാർട്ട്മെന്റിലെ ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ് പോലും. വെറുതെ അന്വേഷണം നടത്തി അയാളുടെ മൊറാലിറ്റിയെ നഷ്ടപ്പെടുത്തരുതെന്ന്. മാഡം എന്ത് പറഞ്ഞു? എന്തു പറയാൻ, ഓർഡർ CMന്റെ അല്ലേ. സിനിമയിൽ സുരേഷ് ഗോപി പറയുന്ന പോലെ 4 ഡയലോഗ് പറയാൻ നാക്ക് ചൊറിഞ്ഞു. പക്ഷെ വിട്ടുകളഞ്ഞു. നമ്മളൊന്നും വിചാരിച്ചാൽ ഈ നാട് നന്നാവില്ല. അപ്പൊ ഈ ഡോക്യുമെന്റ്സിന്റെ ഒന്നും ആവശ്യമില്ല മാഡം. CMന് എന്നെ പറ്റിയുള്ള കാഴ്ചപ്പാട് തെറ്റി. ഇത്രയും അടുത്തറിയാവുന്ന തനിക്കും അത് തെറ്റിയോ? റജിലയ്ക്ക് വാക്കൊന്നേ ഉള്ളൂ, തീരുമാനം. ഒരിക്കലൊരു തീരുമാനം എടുത്താ പിന്നെ എന്തൊക്കെ സംഭവിച്ചാലും അതിന് മാറില്ല. ഞാൻ രാപ്പകൽ ഉറക്കവിളിച്ച കളക്ടർക്കെതിരെ ഇത്രയും തെളിവുകളൊക്കെ കണ്ടെത്തിയത്. അത് പൂർത്തീകരിച്ചിട്ടേ ഞാൻ ഈ സിറ്റിന്ന് പോവും. ഞാൻ എന്റെ റിപ്പോർട്ട് ഹോം മിനിസ്റ്റർക്ക് സബ്മിറ്റ് ചെയ്യും. CM ഹോം മിനിസ്റ്ററും 2 ഗ്രൂപ്പാ. ആ ലൂപ്പ് ഹോൾ ഞാൻ മുതലെടുക്കും. ആ കളക്ടർ അഴിയണമെന്നത് എനിക്ക് കാണണം. അത് കണ്ടില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല.